വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പോൾ അതൊക്കെയാണ് ഇവിടെ രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ വാർത്താഭരിതമായ ഒരു ദിവസത്തിന്റെ തലക്കെട്ടുകൾ. നമ്മൾ ഒരുപാട് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. നമ്മുടെ കമന്റ് ബോക്സിൽ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ആദ്യ വാർത്തയിലേക്ക് തന്നെയാണ്. വോട്ടുവട്ടത്തിൽ ഗണപതി വട്ടം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ പുതിയ വിവാദത്തിന് തിരികൊളുത്തുന്നു BJP. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കണമെന്ന് വയനാട്ടിലെ NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ ആവശ്യപ്പെടുന്നു. സുൽത്താൻ ബത്തേരി എന്ന പേര് അധിനിവേശത്തിന്റെ ഭാഗമെന്നാണ് സുരേന്ദ്രന്റെ വാദം. സംഘപരിവാർ അജണ്ട വയനാട്ടിൽ വിലപ്പോകില്ലെന്ന് LDF-ഉം UDF-ഉം പ്രതികരിച്ചു. ഗണപതി വട്ടത്തിൽ കറങ്ങുകയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. വിവാദത്തിന് തിരികൊളുത്തിയത് NDA സ്ഥാനാർത്ഥി K. സുരേന്ദ്രൻ. ആ സ്ഥലത്തിന്റെ പേര് ഗണപതി വട്ടം എന്നായിരുന്നു. അതേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തിനാണ് UDF-ഉം LDF-ഉം ടിപ്പു സുൽത്താന്റെ പിന്നാലെ പോകുന്നത്? ടിപ്പു സുൽത്താൻ മലയാളികൾക്ക് കേരളീയർക്ക് വേണ്ടപ്പെട്ട ആളാണോ? ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അവിടെ സ്ഥലം ഉണ്ടായിരുന്നില്ലേ? ടിപ്പു സുൽത്താൻ വരുന്നതിന് വേണ്ടി അവിടെ ആ ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ? വിഭാഗീയതയുടെ വിത്ത് വയനാട്ടിൽ മുളക്കില്ലെന്ന T. സിദ്ദിഖ് MLA-യുടെ മറുപടി. വിഭാഗീയതയുടെ അപകടത്തിന്റെ വിത്ത് ഈ മണ്ണിൽ ഒരു ചെറിയ അംശം പോലും ഉണ്ടാക്കാൻ സുരേന്ദ്രനല്ല, അദ്ദേഹത്തിന്റെ വലിയ മുതലാളി മോഡി പോലും ശ്രമിച്ചാൽ ഈ മണ്ണിൽ നടക്കില്ല. K. സുരേന്ദ്രൻ ജയിക്കില്ലെന്നും പേരുമാറ്റ സാധ്യത ഇല്ലെന്നും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. പേരുമാറ്റ ചർച്ചകൾ ഫാസിസ്റ്റ് അജണ്ടയെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പ്രതികരിച്ചു. സുരേന്ദ്രൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിലെ പുരാണ സംവിധാനങ്ങളുടെ ഭാഗമായിട്ടുള്ള പേര് നൽകാനും ചരിത്രപരമായ പേരുകൾ ഒഴിവാക്കാനുമുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഫാസിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. ഫാസിസം വരുമ്പോഴേ ചിലപ്പോൾ വരും. പേര് മാറ്റുക, പള്ളി പൊളിക്കുക, ആളെ മാറ്റുക, ആളെ കൊല്ലുക ഒന്നും രാഷ്ട്രീയമല്ല. ഇതിനൊക്കെ പേര് ഫാസിസം എന്നാണ്. ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമത്തെ വയനാട്ടുകാർ ഒരുമിച്ച് എതിർത്ത് തോൽപ്പിക്കുമെന്ന് സുൽത്താൻ ബത്തേരി നഗരസഭാ ചെയർമാൻ TK രമേശും പറഞ്ഞു. 24 വയനാട്. ഈ പറഞ്ഞ സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടമാക്കണമെന്ന K. സുരേന്ദ്രന്റെ ആവശ്യത്തിൽ ബത്തേരിക്കാരുടെ പ്രതികരണങ്ങൾ കൂടി കേൾക്കാം. സുൽത്താൻ ബത്തേരിയുടെ പേര് ഗണപതി വട്ടം എന്നായിരുന്നുവെന്നും ഈ പേര് തിരികെ കൊണ്ടുവരുമെന്നുമാണ് BJP സ്ഥാനാർത്ഥിയായ K. സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത്. ഇതിൽ ഇന്നാട്ടുകാരുടെ സുൽത്താൻ ബത്തേരിക്കാരുടെ പ്രതികരണം തേടുകയാണ് 24. പക്ഷെ അയാൾ ഈ പറയുന്നത് ഈ വിഡ്ഢിത്തരമാണെന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ സുൽത്താൻ ബത്തേരിയുടെ ഏറ്റവും വലിയ പ്രയാസം എന്ന് പറയുന്നത് നമ്മളുടെ ഈ റോഡ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ടും പിന്നെ നമ്മുടെ നഞ്ചങ്കോട് റെയിൽവേ, വന്യജീവി ശല്യം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഈ ബത്തേരിയുടെ പേര് മാറ്റുന്നതല്ല ബത്തേരിക്കാരെ പ്രധാനമായിട്ടുള്ളത്. കാരണം അത് ഇയാളുടെ ഒരു വിഡ്ഢിത്തരമായിട്ടാണ് അത് ഞങ്ങൾ ഈ ബത്തേരിക്കാർ അവജ്ഞയോട് തള്ളുന്നു. ഞങ്ങൾക്ക് പോയി എപ്പോഴും തന്നെ മതിയെന്നാ സുൽത്താൻ ബത്തേരി, അതാണ് പേര് കേട്ടത്. നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന അതന്നെയല്ല പേര്. ഇനി അതായത് ഇപ്പം മാറ്റിന്റെ കാര്യമുള്ളത് അതല്ലായിരുന്നു ശരി. നമ്മളെ അഭിപ്രായം പറഞ്ഞു പേരൊന്ന് മാറ്റണം. എൻ്റെ അഭിപ്രായത്തിൽ അത് തന്നെ മാറ്റണം. സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്, പേരൊന്ന് മാറ്റണം, അത് ആവശ്യമാണ്. പേരിപ്പോൾ അവരെന്താ ഗണപതി വട്ടം ആ പേര് തന്നെ മതി, വേറെ നമ്മൾ പേരൊന്നും മതി. പൂർവ്വകാലം മുതലേ അതേ രൂപത്തിലാണ് ഉള്ളത്. പിന്നെ ഇപ്പം അതിപ്പോഴായിട്ടൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നേരത്തെ ഗണപതി വട്ടം എന്നുള്ള ഒരു അഭിപ്രായത്തിനായിരുന്നു ഇത്. ഗണപതി വട്ടം തന്നെയാണ് ഈ സുൽത്താൻ ബത്തേരി കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞാണ് ഈ മറ്റേ സുൽത്താൻ ബത്തേരി ആയത്. അങ്ങനെ നമ്മളെ അറിവിൽ കണ്ടത് ഗണപതി തന്നെ വേണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായമുള്ളത്. ഇപ്പോഴത്തെ ഉള്ള പേര് തന്നെയാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ല, ഇപ്പോൾ സുൽത്താൻ ബത്തേരി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം പോലെ അറിയപ്പെടുന്ന നിലവിലുള്ളൊരു പേരാണ് അത് സുൽത്താൻ ബത്തേരി എന്നുള്ളത്. അപ്പോൾ ഗണപതി വട്ടം പെട്ടെന്ന് അതിൻ്റെ ഒരു പേര് മാറ്റുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ തന്നെ ഉണ്ടാവാൻ ഒരു സാധ്യതയുണ്ട്. നിലവിൽ ആദ്യം മുതലേ ഉള്ള പേരാണ് സുൽത്താൻ ബത്തേരി എന്ന്. അത് നിലനിൽക്കണം എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതൊന്നും ശരിയാവില്ല. അതങ്ങനെ പേര് മാറ്റാൻ പറ്റുമോ? സുരേന്ദ്രൻ വിചാരിച്ച അങ്ങനെ നടക്കുമോ? പേര് മാറ്റണ്ട. ഈ പേരാ നല്ലത്. പേര് മാറരുത് എന്നാണ് നമ്മളെ നിർബന്ധമായിട്ടുള്ള അഭിപ്രായം. സുരേന്ദ്രൻ പറയുന്നത് പറഞ്ഞാൽ മൂപ്പര് വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. സുൽത്താൻ്റെ ആയുധപുര എന്നാണ്, സുൽത്താൻ ബാറ്ററി എന്നാണ് ആദ്യം അറിഞ്ഞത്. അത് വീണ്ടും പറഞ്ഞു സുൽത്താൻ ബത്തേരി. ഗണപതി വട്ടം ചരിത്രത്തിൽ എഴുതിയതായിരിക്കാം, അത് നമുക്കറിയില്ല. റംസാൻ, വിഷു ചന്ത നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ച സംഭവത്തിൽ കൺസ്യൂമർ ഫെഡിന്റെ ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ജനത്തിന് വേണ്ടിയുള്ള തീരുമാനമെങ്കിൽ സർക്കാരിനൊപ്പം നിൽക്കുമെന്ന് കോടതി. എന്നാൽ മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്ന് കോടതി വ്യക്തമാക്കി. ചന്തയ്ക്കുള്ള സാധനങ്ങളെല്ലാം വാങ്ങിയെന്ന് സർക്കാർ അറിയിച്ചു. കേസ് 1:45 പരിഗണിക്കും. വീണ്ടും കേൾക്കും. ശ്രീകാന്ത് ആ വാർത്തയോട് വിവരങ്ങൾ ചെയ്യുന്നു. ശ്രീകാന്ത്, നേരത്തെയുള്ള തെരഞ്ഞെടുപ്പ് കാലത്തും ഇത്തരത്തിൽ ചന്ത ഉണ്ടാവാറുള്ളതാണ്, ഇപ്പോൾ ഇക്കുറി മാത്രമാണ് അതിന് തടസ്സം എന്നൊക്കെയുള്ള വാദങ്ങൾ കോടതിയിൽ പറയുന്നുണ്ടോ സർക്കാർ? എന്ത് പ്രതീക്ഷിക്കണം കോടതിയിൽ നിന്ന്? നേരത്തെ ഈ റംസാൻ വിഷു ചന്ത അത് നേരത്തെ സർക്കാർ പ്രഖ്യാപിക്കുകയും അതിന് 5 കോടി രൂപ അനുവദിക്കുകയും ചെയ്തതാണ്. പക്ഷേ അത് കഴിഞ്ഞ തവണ
ഇതിനെ എതിർത്തുകൊണ്ട് ഒരു സത്യവാങ്മൂലം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുകയുണ്ടായി. അത് നടത്താൻ അനുവദിക്കില്ല, അത് മാതൃകാ പെരുമാറ്റച്ചട്ടത്തിന് ലംഘനമാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിച്ചത്. ഇന്നിപ്പോൾ ആ കേസ് കോടതി പരിഗണനയ്ക്കെടുത്തു. ആ ഘട്ടത്തിൽ ചില കാര്യങ്ങൾ ഉയർന്നു വന്നു. കോടതി പറയുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയാനാകില്ല എന്നുള്ളതാണ്. ജനത്തിന് വേണ്ടിയുള്ള തീരുമാനമാണെങ്കിൽ 100% സർക്കാരിനൊപ്പം നിൽക്കും എന്ന് പറയുന്നുണ്ട്. മറ്റൊന്ന് കോടതി പറഞ്ഞത് ചന്ത തുടങ്ങാൻ തീരുമാനിച്ച സമയം അത് ശരിയായില്ല എന്നൊരു വാദം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. പക്ഷേ ഇത് റംസാൻ അതോടൊപ്പം വിഷു ചന്തയാണ്, അത് ഈ സമയത്ത് തന്നെയാണ് നടക്കേണ്ടതും. മനുഷ്യന്റെ ഗതികേട് മുതലെടുത്ത് വോട്ട് പിടിക്കരുതെന്നും അത് അംഗീകരിക്കില്ല എന്നും കൂടി കോടതി അതോടൊപ്പം പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം സർക്കാർ പറയുന്നത് ഈ ചന്ത നടത്താനുള്ള സാധനങ്ങളെല്ലാം വാങ്ങിവെച്ചിട്ടുണ്ട് എന്ന് സർക്കാരും പറയുന്നു. ഈ ഘട്ടത്തിൽ കോടതി അനുവദിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഇപ്പോഴും പറയാൻ വയ്യ. കാരണം സമ്മിശ്രമായാണ് കോടതിയിൽ നിന്നും പരാമർശങ്ങൾ വന്നത്. അതിനാൽ തന്നെ ഒരു വിലയിരുത്തലിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. 1:45 ഈ കേസ് വീണ്ടും പരിഗണനയ്ക്കെടുക്കും. കോടതി ഒരേ സമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളെ ന്യായീകരിക്കുകയും ഒപ്പം തന്നെ സർക്കാർ ഈ സാധനം വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും എന്ന കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയും വേണം. 1:45 അറിയാം. ഓക്കെ, അപ്പോൾ റംസാൻ വിഷു ചന്തകൾ സംസ്ഥാനത്ത് പ്രവർത്തനം തുടങ്ങാൻ കഴിയുമോ എന്നതിൽ നിർണായകമായ വിധി 1:45 കോടതി പറയാൻ പോവുകയാണ്. പാനൂരിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഒരാൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ കൂടുതൽ പേർ പ്രതികളാകും. 12 പ്രതികളെയാണ് ഇതുവരെ തിരിച്ചറിഞ്ഞത്. കേസിൽ ഇതുവരെ അറസ്റ്റിലായ ഡിവൈഎഫ്ഐ ഭാരവാഹികൾക്കെല്ലാം ബോംബ് നിർമ്മാണത്തിൽ വ്യക്തമായ പങ്കുണ്ടെന്നാണ് പോലീസ് കണ്ടെത്തൽ. അതേസമയം പാനൂർ സ്ഫോടനത്തിൽ CPM-ന് പങ്കില്ലെന്ന് MV ഗോവിന്ദൻ ഇന്നും ആവർത്തിച്ചു. പ്രതികളിൽ ഡിവൈഎഫ്ഐക്കാർ ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് അവർ തന്നെയാണ്. അക്കാര്യം ഡിവൈഎഫ്ഐ നേതൃത്വത്തോട് ചോദിക്കണമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഞാനത് ഫോട്ടോയൊന്നും കണ്ടൊന്നുമില്ല, അതറിയില്ല, ഇതുവരെ മനസ്സിലില്ലേ. ആ DYFക്കാരോട് ചോദിക്കുന്നത്, അവരോടല്ല നിങ്ങൾ ചോദിക്കേണ്ടത്. ഞങ്ങൾക്കതിൽ യാതൊന്നും പറയാനില്ല. CPM-ന് ബോംബുണ്ടാക്കിയോ ബോംബ് ഉപയോഗിച്ചുകൊണ്ടുള്ള എന്തെങ്കിലും കാര്യം നിർവഹിക്കാനോ ഇല്ല. അത് ഞങ്ങൾ ഇത്രയും കാര്യം പറഞ്ഞുള്ളതാണ്. 27 ആളുടെ നമ്മുടെ സഹാക്കളുടെ ലിസ്റ്റ് ഞാൻ കൃത്യമായിട്ട് പത്രസമ്മേളനത്തിൽ എറണാകുളത്ത് കൊടുത്തതാണ്. ആ 27 സഹാക്കളെ കൊന്നിട്ടും ഞങ്ങളതിന് മറുപടിയായിട്ടുള്ള ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. ജനങ്ങളെ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ പരിപാടി. CPIM-ന്റെ ഉന്നതങ്ങളിൽ നടന്ന പ്ലാനിംഗ് പാനൂർ സ്ഫോടനത്തിന് പിന്നിലുണ്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും പറഞ്ഞു. CPM പ്രവർത്തകർക്ക് ബന്ധമില്ല എന്നാണ് ആദ്യം പാർട്ടി നേതൃത്വം പറഞ്ഞിരുന്നത്. പക്ഷേ ഡിവൈഎഫ്ഐയുടെയും CPIM-ന്റെയും ഉന്നത നേതാക്കളാണ് ഈ ബോംബ് സ്ഫോടനത്തിന് പിന്നിലുള്ളത്. രാഷ്ട്രീയ എതിരാളികളെ വകവരുത്താനും തെരഞ്ഞെടുപ്പ് കാലത്ത് ഉഗ്രസ്ഫോടനം ഉണ്ടാക്കാനും. സജോ ദേവസ്യ വരുന്നത്. സജോ, തെരഞ്ഞെടുപ്പ് കാലമാണ്. ആ രാഷ്ട്രീയ ബോംബ് അത്ര പെട്ടെന്ന് നിർവീര്യമാകാനിടയില്ല. സജോ, ഹാഷ്മി, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ഈ പ്രതിപ്പട്ടികയിൽ 12 പേരാണുള്ളത്, അല്ലെങ്കിൽ ഇതുവരെ തിരിച്ചറിഞ്ഞ പ്രതികൾ 12 പേരാണ്. ആ 12 പേരിൽ 4 പേർ ഡിവൈഎഫ്ഐയുടെ പ്രധാന യൂണിറ്റ് ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. അതായത് 2 യൂണിറ്റ് സെക്രട്ടറിമാർ, ഒരു ജോയിന്റ് സെക്രട്ടറി, അങ്ങനെ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹിത്വം വഹിക്കുന്ന 4 പേരുണ്ട്. മറ്റുള്ളവരെല്ലാം ഡിവൈഎഫ്ഐ അംഗങ്ങളുമാണ്. അതായത് CPIM-ന്റെയും ഡിവൈഎഫ്ഐ പക്ഷേ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന് പ്രതിപട്ടികയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ടെന്ന് സ്ഥിരീകരിച്ചിരുന്നു. CPIM പക്ഷേ പറയുന്നത് ഡിവൈഎഫ്ഐക്കാരുണ്ടെങ്കിൽ, CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത് പ്രതിപട്ടികയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഡിവൈഎഫ്ഐ നേതൃത്വത്തോട് ചോദിക്കൂ, അങ്ങനെ ഉണ്ടെങ്കിൽ നടപടിയെടുക്കേണ്ടത് അവരാണ്. CPIM നേതൃത്വം ഏതെങ്കിലും നിലയ്ക്ക് ബോംബ് നിർമ്മാണത്തിൽ എന്തെങ്കിലും ഒരു പങ്ക് നേതൃത്വത്തിനില്ല എന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം തന്നെ മുൻപ് ഈ സന്നദ്ധ പ്രവർത്തകൻ, അങ്ങോട്ടേക്ക് ഓടിയെത്തിയ സന്നദ്ധ പ്രവർത്തകൻ ഉൾപ്പെടെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു എന്നൊരു വാദം ഉന്നയിച്ചിരുന്നു. പിന്നീട് പക്ഷേ അക്കാര്യത്തിൽ കൂടുതൽ വിശദീകരണത്തിനൊന്നും അദ്ദേഹം മുതിർന്നിരുന്നില്ല. ഇന്ന് അക്കാര്യം വീണ്ടും നമ്മൾ CPIM സംസ്ഥാന സെക്രട്ടറിയോട് ചോദിച്ചു. അദ്ദേഹം പറയുന്നത് അങ്ങനെ സ്വാഭാവികമായും അവിടെ ആളുകൾ ഓടിയെത്തിയിട്ടുണ്ട്, അവരും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാം, അതെല്ലാം പോലീസ് അന്വേഷിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ആ നിലപാട് ആവർത്തിക്കുന്നു. അതായത് അമൽ ബാബു എന്ന ഡിവൈഎഫ്ഐയുടെ യൂണിറ്റ് സെക്രട്ടറി CPM-ന്റെ റെഡ് വാളണ്ടിയർ ടീം ക്യാപ്റ്റൻ കൂടിയാണ്, അക്കാര്യം പരിശോധിക്കും എന്നുകൂടി അദ്ദേഹം പറയാൻ ശ്രമിക്കുകയാണ്. പക്ഷേ CPIM-ന്റെ വാദങ്ങൾ, ഏതെങ്കിലും സന്നദ്ധ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തിട്ടില്ല, ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 12 പേരും, തിരിച്ചറിഞ്ഞ 12 പ്രതികളും ബോംബ് നിർമ്മാണത്തിൽ നേരിട്ട് പങ്കുള്ളവരാണ്. അതായത് ഈ അമൽ ബാബു ഉൾപ്പെടെ ബോംബ് ഒളിപ്പിച്ചയാളാണ് അമൽ ബാബു എന്ന് പോലീസ് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ പറയുന്നുണ്ട്. ഒപ്പം റിമാൻഡ് റിപ്പോർട്ടിൽ രാഷ്ട്രീയ ലക്ഷ്യം പരാമർശിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ CPIM വാദങ്ങളെ യഥാർത്ഥത്തിൽ അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ നിരാകരിക്കുകയാണ്. അതേസമയം ഡിവൈഎഫ്ഐ അവരുടെ പ്രവർത്തകർ ഉൾപ്പെട്ടിട്ടുണ്ട്, കുറ്റവാളികളെങ്കിൽ സംരക്ഷിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കാശ്മീർ. ഓക്കെ, തെരഞ്ഞെടുപ്പ് കാലത്ത് പാനൂരിലെ ബോംബ് സ്ഫോടനം, മരണം, പരിക്ക് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട്. ഇവിടെ കേരള തീരത്ത് 0.5 മുതൽ 1.4 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത എന്ന വാർത്ത വരുന്നു. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. കേരള തീരത്ത് പക്ഷേ മത്സ്യബന്ധനത്തിന് എന്തായാലും തടസ്സമില്ല, പക്ഷേ സൂക്ഷിക്കണം.
കായംകുളത്തെ CPM വീണ്ടും പൊട്ടിത്തെറി, 2 പേർ രാജിവെച്ചു. രാജ്യസന്നദ്ധത അറിയിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗം ബിപിൻ സി ബാബുവും കത്തു നൽകി. പാർട്ടി ആലോചിച്ച് നടത്തിയ കൊലപാതകത്തിൽ തന്നെ പ്രതിയാക്കിയിട്ടുണ്ടെന്ന ബിപിൻ സി ബാബുവിന്റെ പരാമർശം CPIM-നെ വെട്ടിലാക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കായംകുളത്തെ CPIM-ൽ പൊട്ടിത്തെറി. CPIM കായംകുളം ഏരിയ കമ്മിറ്റി അംഗം KL പ്രസന്നകുമാരി, മുൻ ഏരിയ കമ്മിറ്റി അംഗം B ജയചന്ദ്രൻ എന്നിവരാണ് രാജിവെച്ചത്. ഊമക്കത്തിന്റെ പേരിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് B ജയചന്ദ്രൻ. പ്രസന്നകുമാരിയുടെ മകനും മുൻ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ബിപിൻ സി ബാബു ജില്ലാ പഞ്ചായത്ത് അംഗത്വം ഒഴിയാൻ സന്നദ്ധത അറിയിച്ച് കത്ത് നൽകി. ഭാര്യ നൽകിയ ഗാർഹിക പീഡന പരാതിയിൽ പാർട്ടി നടപടി നേരിട്ടയാളാണ് ബിപിൻ സി ബാബു. 2001-ൽ RSS നേതാവ് സത്യന്റെ കൊലപാതകം പാർട്ടി ആലോചിച്ച് നടത്തിയതാണെന്നും നിരപരാധിയായ തന്നെ പ്രതിയാക്കിയെന്നും ബിപിൻ സി ബാബു കത്തിൽ പറയുന്നു. ഈ കേസിലെ 6 പ്രതികളെയും 2006-ൽ കോടതി വെറുതെ വിട്ടിരുന്നു. എന്നാൽ ബിപിൻ സി ബാബുവിന്റെ പരാമർശം നേതൃത്വത്തെ വീണ്ടും വെട്ടിലാക്കുന്നതാണ്. ജില്ലയിലെ മുതിർന്ന നേതാവും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KH ബാബുജാൻ വിഭാഗീയത വളർത്തുന്നുവെന്നാണ് പ്രസന്നകുമാരിയുടെ കത്തിലെ ആരോപണം. അതേസമയം രാജിവെച്ചവരുടേത് സമ്മർദ്ദതന്ത്രമാണെന്നാണ് നേതൃത്വത്തിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കെ വിവാദം ഒഴിവാക്കാൻ മന്ത്രി സജി ചെറിയാന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരും. 24 ആലപ്പുഴ. തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ K ബാബുവിന്റെ വിജയം ചോദ്യം ചെയ്ത് LDF സ്ഥാനാർത്ഥിയായിരുന്ന M സ്വരാജ് നൽകിയ ഹർജി ഹൈക്കോടതി ഉടനെ ഉണ്ട്. K ബാബുവിന്റെ വിജയം അസാധുവാക്കി തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നാണ് ഹർജിക്കാരനായ സ്വരാജിന്റെ ആവശ്യം. ഹർജിയിൽ ജസ്റ്റിസ് PG അജിത് കുമാറാണ് വിധി പറയുക. ശബരിമല അയ്യപ്പന്റെ ചിത്രം ഉപയോഗിച്ച് തൃപ്പൂണിത്തുറ നിയമസഭാ മണ്ഡലത്തിൽ വോട്ട് പിടിച്ച MLA K ബാബുവിന്റെ വിജയം അസാധുവാക്കണമെന്ന M സ്വരാജിന്റെ ഹർജിയിൽ ഉച്ചയ്ക്ക് 2-ന് ഹൈക്കോടതി വിധി പറയും. വീടുകളിൽ വിതരണം ചെയ്ത സ്ലിപ്പിൽ സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയ്ക്കൊപ്പം അയ്യപ്പന്റെ ഫോട്ടോയും വെച്ച് നൽകിയെന്നാണ് ആരോപണം. K ബാബു തോറ്റാൽ അയ്യപ്പൻ തോൽക്കുന്നതിന് തുല്യമാണെന്ന പേരിൽ മണ്ഡലത്തിൽ പ്രചാരണം നടത്തിയെന്നും സ്വരാജ് കോടതിയെ അറിയിച്ചിരുന്നു. കൂടാതെ അയ്യപ്പൻ ഒരു വോട്ട് എന്ന തരത്തിൽ ചുവരെഴുതിയെന്നും ആരോപണമുണ്ട്. K ബാബുവിന്റെ ഫേസ്ബുക്ക് പേജിലെ തെളിവുകളും വീടുകളിൽ വിതരണം ചെയ്ത വോട്ടർ സ്ലിപ്പും അടക്കം ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. എന്നാൽ അയ്യപ്പന്റെ പേരിൽ വോട്ട് തേടിയിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തോ തൊട്ടടുത്ത ദിവസങ്ങളിലോ ഇത്തരം പരാതി LDF ഉയർത്തിയിട്ടില്ലെന്നും K ബാബു വാദിച്ചു. നിരവധി സാക്ഷികളെയും കോടതി നേരിട്ട് വിസ്തരിച്ചിട്ടുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ചതിനെതിരെ ബാബു നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും ആവശ്യം തള്ളുകയാണുണ്ടായത്. ഹർജി നിലനിൽക്കുമെന്നും വാദം വേഗത്തിൽ പൂർത്തിയാക്കി വിധി പറയാനും ആയിരുന്നു സുപ്രീം കോടതി ഹൈക്കോടതിക്ക് നൽകിയ നിർദ്ദേശം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ദാശാവി സിംഗപ്പൂരിൽ എന്ന് പറയുന്നു, ഹായ് എന്തൊക്കെയാണോ ഞാൻ എൻ്റെ നാട്ടിലെത്തുമ്പോൾ നാട് തന്നെ ഉണ്ടാവുമാവോ എന്ന് ചോദിക്കുകയാണ്. വയനാട്ടുകാരിയാണ്. ഒരു കുഴപ്പമില്ല, നാടിനൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ രാഷ്ട്രീയ തർക്കമൊക്കെ ഇല്ല, അതൊക്കെ ഇവിടെ തീരും. ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്ക് ഇതൊന്നും പിന്നെ കേൾക്കാനുണ്ടാവില്ല. ഓക്കെ. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ CPIM നേതാവും മുൻ MP-യുമായ PK ബിജു വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ. 3-ാം തവണയാണ് PK ബിജു ED ചോദ്യം ചെയ്യുന്നത്. ഇന്ന് രേഖകൾ ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ല എന്ന് PK ബിജു പറഞ്ഞു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട 2 തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് PK ബിജുവിനെ ചോദ്യം ചെയ്തിരുന്നു. 2 ദിവസവും ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. ഇന്ന് രേഖകളൊന്നും ഹാജരാക്കാൻ അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ചോദ്യം ചെയ്യലിന് മുമ്പ് PK ബിജു പറഞ്ഞു. കരുവന്നൂരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട പാർട്ടിക്ക് ലഭിച്ച പരാതിയിൽ അന്വേഷണം നടത്തിയത് PK ബിജുവിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ കമ്മീഷനായിരുന്നു. കേസിലെ മുഖ്യപ്രതി സതീഷ് കുമാർ ബിജുവിന് 5 ലക്ഷം രൂപ നൽകിയതായി CPIM കൗൺസിലർ PR അരവിന്ദാക്ഷൻ മൊഴി നൽകിയിരുന്നു. എന്നാൽ സതീഷ് കുമാറിനെ തനിക്ക് നേരിട്ട് പരിചയമില്ലെന്നാണ് PK ബിജു EDക്ക് നൽകിയിരിക്കുന്ന മൊഴി. 24 കൊച്ചി. PV അൻവർ MLA-യുടെ റിസോർട്ടിലെ ലഹരി പാർട്ടിയുമായി ബന്ധപ്പെട്ട കേസിൽ ഹൈക്കോടതി ഇടപെടൽ. PV അൻവറിനെ കേസിൽ നിന്നും ഒഴിവാക്കിയതിനെതിരായ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. 1 മാസത്തിനുള്ളിൽ വിഷയത്തിൽ തീരുമാനമെടുക്കണം എന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 2018-ലാണ് ആലുവയിലെ മലക്കപ്പടിയിലുള്ള റിസോർട്ടിലെ ലഹരി പാർട്ടിക്കിടെ മദ്യം പിടികൂടിയത്. ലൈസൻസ് ഇല്ലാതെ റിസോർട്ടിൽ മദ്യം സൂക്ഷിച്ച് വിതരണം ചെയ്യുന്നുവെന്നായിരുന്നു എക്സൈസിന് രഹസ്യവിവരം ലഭിച്ചത്. എക്സൈസ് എത്തി പരിശോധിച്ച മദ്യവും 5 പേരെയും പിടികൂടി. ഈ സംഭവത്തിലാണ് കെട്ടിട ഉടമയായ PV അൻവറിനെ ഒഴിവാക്കി എക്സൈസ് കുറ്റപത്രം നൽകിയത്. ഇത് ചോദ്യം ചെയ്ത് മലപ്പുറം സ്വദേശിയായ വിവരാവകാശ പ്രവർത്തകൻ ആഭ്യന്തര സെക്രട്ടറിക്ക് പരാതി നൽകി. എന്നാൽ പരാതി പരിശോധിക്കാൻ ആഭ്യന്തര സെക്രട്ടറി തയ്യാറായില്ല.
ഇതിനെതിരെ വിവരാവകാശ പ്രവർത്തകൻ ഷാജി ഹൈക്കോടതിയിൽ ഹർജി നൽകി. രാഷ്ട്രീയ സ്വാധീനത്താൽ കേസിൽ നിന്നും ഒഴിവാക്കിയെന്നായിരുന്നു ഹർജിയിലുണ്ടായിരുന്നത്. ഇത് പരിഗണിച്ചാണ് കോടതി ആഭ്യന്തര സെക്രട്ടറിക്ക് പുനഃപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഏത് സാഹചര്യത്തിലാണ് അൻവറിനെ കേസിൽ നിന്ന് ഒഴിവാക്കിയതെന്നാണ് പരിശോധിക്കേണ്ടത്. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടത്തിലാണ് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികൾ. ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന മണ്ഡലം പിടിക്കണമെങ്കിൽ വടകരയിലെയും ആലത്തൂരിലെയും കോഴിക്കോട്ടെയും വോട്ടുകൾ കൂടി ഉറപ്പിക്കേണ്ട അവസ്ഥയാണ്. അതിന് പിന്നിലെ കഥ കുറച്ച് സർപ്രൈസിങ്ങുമാണ്. വടകരയിലാണുള്ളത്. ചേട്ടാ, ഇലക്ഷനൊക്കെയാണ്, ആർക്കാ വോട്ട്? ഞാൻ രവീന്ദ്രനെ വോട്ട് ചെയ്യും. ഇപ്പോൾ ആലത്തൂറാണുള്ളത്. ഇത് ചേച്ചി, ഇത്തവണ ആർക്കാ വോട്ട്? ശശി തരൂരിനാ. ഇപ്പോൾ കോഴിക്കോടാണുള്ളത്. ചേട്ടാ, ഇത്തവണ ആർക്കാ വോട്ട്? രാജീവ് ചന്ദ്രശേഖരന്, BJP കാൻഡിഡേറ്റ്. ഇത് മൂന്നും കേട്ടപ്പോൾ തന്നെ ആശയക്കുഴപ്പമായിട്ടുണ്ടാകുമല്ലോ. വടകരയിൽ എങ്ങനെ പന്ന്യൻ രവീന്ദ്രനും, ആലത്തൂർ എങ്ങനെ ശശി തരൂരും, കോഴിക്കോട് എങ്ങനെ രാജീവ് ചന്ദ്രശേഖറും സ്ഥാനാർത്ഥിയാകും? ഈ വടകരയിലും ആലത്തൂരും കോഴിക്കോടുമെല്ലാം മത്സരിക്കുന്നത് ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും പന്ന്യൻ രവീന്ദ്രനും ഒക്കെ തന്നെയാണ്. പാറശാല നിയോജക മണ്ഡലത്തിലെ പെരുങ്കടവിള പഞ്ചായത്തിലെ മാരായിമുട്ടത്തിനടുത്തുള്ള വാർഡാണ് വടകര. ഇതേ പഞ്ചായത്തിലെ മറ്റൊരു വാർഡാണ് ആലത്തൂർ. കുന്നത്തുകാലിൻ്റെയും പെരുങ്കിടവിളയുടെയും അതിർത്തി പ്രദേശമാണ് കോഴിക്കോട്. കേരള രൂപീകരണത്തിന് മുമ്പ് തന്നെ ഈ നാടുകൾ ഇതേ പേരിലാണ് അറിയപ്പെടുന്നത്. പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലെ സ്ഥലപ്പേരെങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് 35 കിലോമീറ്റർ തെക്കുള്ള പ്രദേശത്തിന് വന്നെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. എൻ്റെ അച്ഛൻ്റെ കാലത്ത്, അവരുടെ അച്ഛൻ്റെ കാലത്ത് മുതൽ ഈ പേര് തന്നെ ഇവിടെ നിലയ്ക്കുന്നത്. അച്ഛൻ മരിച്ചിട്ട് തന്നെ 40-40 വർഷത്തോളമായി. അതിന് മുമ്പേ ഉള്ള പേരാണല്ലോ ഇത്. അപ്പോൾ അവരുടെ അച്ഛൻ്റെ കാലത്തുള്ള പേരാണത്. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്ഥലത്തിന് വേറെ പേരില്ല, എങ്ങനെ വന്നൊന്നുമില്ല. ത്രികോണപ്പോരിനൊടുവിൽ തിരുവനന്തപുരത്ത് നിന്ന് ആര് തന്നെ പാർലമെന്റിലേക്ക് ജയിച്ചു കയറിയാലും അവർ വടകരയുടെയും ആലത്തൂരിന്റെയും കോഴിക്കോടിന്റെയും കൂടി ജനപ്രതിനിധികളാണ്. എ.വി. ജയശങ്കർ, 24, തിരുവനന്തപുരം. 11 ദിവസത്തിൽ 9 തവണ റെക്കോർഡ് തിരുത്തി സ്വർണ്ണവില. രാജ്യാന്തര വിലക്കയറ്റത്തെ തുടർന്ന് സംസ്ഥാനത്ത് പവൻ വില 80 രൂപയും ഗ്രാമിന് 10 രൂപയും കൂടി. ഗ്രാമിന് 6260 രൂപയും പവൻ 52,960 രൂപയുമാണ് ഇന്നത്തെ വിൽപ്പന വില. രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണം ഔൺസിന് $9 കൂടി $2342 പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഇറാൻ കൂടി ചേർന്നതും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിലക്കയറ്റത്തിന് കാരണമായി. ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ BJPയുമായി ചർച്ച നടത്തിയതായാണ് റിപ്പോർട്ട്. രാജ്യസഭാ MP-മാർ പ്രതിഷേധ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിലും പാർട്ടിക്കുള്ളിൽ അതൃപ്തിയുണ്ട്. ഇന്നലെ രാജിവെച്ച മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജി ഇതുവരെ ഗവർണർ കൈമാറാനായിട്ടില്ല. ഫയൽ തയ്യാറാക്കാൻ കെജ്രിവാൾ കോടതിയുടെ അനുമതി തേടും. മന്ത്രി രാജ്കുമാർ ആനന്ദിന്റെ രാജിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിൽ നിന്നും കൂടുതൽ കൊഴിഞ്ഞുപോക്കുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ ഇതിനോടകം BJPയുടെ ഉന്നത നേതാവുമായി ചർച്ച നടത്തിയെന്നും വോട്ടെടുപ്പിന് മുന്നോടിയായി മറുകണ്ഠം ചാടിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ BJP പടർത്തുന്ന അഭ്യൂഹങ്ങളാണ് ഇതെന്നാണ് ആം ആദ്മി കേന്ദ്രങ്ങളിൽ നിന്നുള്ള പ്രതികരണം. പാർട്ടിയുടെ 10 രാജ്യസഭാ MP-മാരിൽ 7 പേർ കേജ്രിവാളിന്റെ അറസ്റ്റിൽ പോലും പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറാകാത്തതിൽ ആം ആദ്മി പാർട്ടി നേതൃത്വത്തിന് കടുത്ത അതൃപ്തിയുണ്ട്. മുതിർന്ന നേതാക്കളെ അവഗണിച്ച പുറമേ നിന്നുള്ളവർക്ക് രാജ്യസഭാംഗത്വം നൽകിയതിൽ നേരത്തെ തന്നെ ചില നേതാക്കൾ എതിർപ്പറിയിച്ചിരുന്നു. മന്ത്രി രാജ്കുമാർ ആനന്ദ് രാജിവെച്ചത് ലഫ്റ്റനന്റ് ഗവർണറെ അറിയിക്കാനാവാതെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ്. മന്ത്രിയുടെ രാജി അറിയിക്കാൻ ഫയൽ തയ്യാറാക്കാൻ കേജ്രിവാൾ കോടതിയുടെ അനുമതി തേടും. ഇതിനിടെ കേജ്രിവാളിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് വിഭവകുമാറിനെ വിജിലൻസ് ഡയറക്ടറേറ്റ് പുറത്താക്കി. 2007 സർക്കാർ ഉദ്യോഗസ്ഥനെ കയ്യേറ്റം ചെയ്തെന്ന കേസിലാണ് നടപടി. ഈ മാസം 26-ന് മേയർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിൽ പാർട്ടിയുടെ കൗൺസിലർമാർക്ക് AAP നിരീക്ഷണം ഏർപ്പെടുത്തി. 24, ഡൽഹി. അപ്പോൾ കെജ്രിവാൾ ജയിലിൽ കിടക്കവേ എങ്ങനെയാണ് ആ പൊട്ടിത്തെറി ആം ആദ്മി പാർട്ടിയെ ബാധിക്കുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. പാലക്കാട് കഞ്ചിക്കോട് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ട്രെയിൻ ഇടിച്ചതാകാൻ സാധ്യതയില്ല എന്ന് നിഗമനം. ആന വനംവകുപ്പിന്റെ നിരീക്ഷണത്തിൽ തുടരുകയാണ്. ഇടുക്കിയിലെ പടയപ്പ ജനവാസ മേഖലയിൽ തുടരുന്നു. തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസ് കാട്ടാനകൾക്ക് മുന്നിൽ പെട്ടു. കഞ്ചിക്കോട് കാലിന് പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ആനയെ ട്രെയിൻ ഇടിച്ചതാകാൻ സാധ്യതയില്ലെന്നാണ് വെറ്റിനറി സർജന്റെ നിരീക്ഷണം. ഇടിയേറ്റതിന്റെ പരിക്കുകളോ പാടുകളോ ഇല്ല, വീണു പരിക്കേറ്റതാകാമെന്നാണ് വിലയിരുത്തൽ. തൃശൂരിൽ നിന്നുള്ള വെറ്റിനറി സർജൻ ഡോക്ടർ ഡേവിഡിന്റെ നേതൃത്വത്തിൽ ആനയ്ക്ക് ചികിത്സ ഉറപ്പാക്കുന്നുണ്ട്.
ഇടുക്കിയിൽ പടയപ്പ എന്നറിയപ്പെടുന്ന കാട്ടാന ജനവാസ മേഖലയിൽ തുടരുകയാണ്. മൂന്നാർ ഗ്രഹംസ്ലാൻഡ് എസ്റ്റേറ്റിനോട് ചേർന്ന കൊരണ്ടിക്കാടാണ് പടയപ്പയുള്ളത്. ഒപ്പം മറ്റു 3 ആനകൾ കൂടിയുണ്ട്. അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ ആംബുലൻസ് കാട്ടാനകൾക്ക് മുന്നിൽപ്പെട്ടു. ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് വാൽവ് ഹൗസ് ഭാഗത്ത് വച്ചാണ് 2 ആനകൾ ആംബുലൻസിന് നേരെ പാഞ്ഞെടുത്തത്. ആംബുലൻസ് ഡ്രൈവർ അശോകൻ വാഹനത്തിന്റെ എഞ്ചിൻ നിരമ്പിപ്പിച്ച് ശബ്ദമുണ്ടാക്കിയതിനാൽ ആനകൾ കാടുകയറി. നേരത്തെയും പ്രദേശത്ത് ആംബുലൻസിന് നേരെ കാട്ടാനകൾ പാഞ്ഞെടുത്തിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. അമ്മയാനയിൽ നിന്ന് വേർപെട്ട് 2 ആനക്കുട്ടികളെ നീലഗിരിയിലെ മുതുമലൈ എലിഫന്റ് ക്യാമ്പിൽ എത്തിച്ചു. അമ്മയാനയിൽ നിന്ന് വേർപെട്ട് കാട്ടിൽ അലയുകയായിരുന്ന ആനക്കുട്ടികളെ വനം വകുപ്പ് ആന നിരീക്ഷണ കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു. ക്യാമ്പിലെത്തുന്നവർക്ക് കൗതുക കാഴ്ചയാവുകയാണ് കുട്ടിയാനകൾ. 2 ദിവസം മുൻപാണ് കോയമ്പത്തൂർ ജില്ലയിലെ പെരിയനായ്ക്കൺപാളയം വനമേഖലയിൽ ദിവസങ്ങൾ മാത്രം പ്രായമുള്ള ആനക്കുട്ടി അമ്മയാനയിൽ നിന്ന് വേർപെട്ട് വനത്തിൽ അലയുന്നത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മയാനയ്ക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആനക്കൂട്ടത്തോടൊപ്പം ചേരാതെ വനത്തിൽ അലഞ്ഞ കുട്ടിയാന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കുട്ടിയാനയെ മുതുമലൈ ആനക്കൊട്ടിലിൽ എത്തിച്ചത്. കഴിഞ്ഞ മാസം അമ്മയാനയിൽ നിന്ന് വേർപെട്ട മറ്റൊരാനക്കുട്ടിയും ഇവിടെയുണ്ട്. പാൽപ്പൊടിയും വെള്ളവും കൊടുത്ത് കുട്ടിയാനകളെ കരുതലോടെ പരിപാലിക്കാൻ പ്രത്യേകം ജീവനക്കാരുണ്ട്. ഇതോടെ മുതുമലൈ ക്യാമ്പിലെത്തിയ ആനകളുടെ എണ്ണം 29ആയി. ന്യൂസ് ഡെസ്ക് 24. മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരതരി വിതരണം ചെയ്യാൻ ശ്രമം. നരേന്ദ്രമോദിയുടെ ഫോട്ടോ പതിച്ച വണ്ടിയുമായാണ് അരി വിതരണത്തെത്തിയത്. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ്വർ. നിഖിൽ, തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തിന്റെ പരിധിയിൽ വരുന്ന പണിയല്ലേ അത്? അങ്ങനെ പൂർണ്ണമായി പറയാൻ കഴിയില്ല ഹാഷ്മി. ഇപ്പോൾ കെയർ റൈസ് വിതരണം വിവിധ ഇടങ്ങളിൽ നടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഭാരത് അരിയും വിതരണം ചെയ്യാനുള്ള അവകാശം സ്വാഭാവികമായിട്ടുമുണ്ട്. പക്ഷേ നേരത്തെ പാലക്കാട് ജില്ലയിൽ തന്നെ ഇത്തരത്തിലുള്ളൊരു നിയമലംഘനം നടന്നത് പാലക്കാട് മണ്ഡലം സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ ഈ വിതരണം ഉദ്ഘാടനം ചെയ്യാൻ ശ്രമിച്ചതിനെ തുടർന്ന് LDF പ്രവർത്തകർ അത് തടയുകയും ഈ ഭാരത് അരി വിതരണം നിർത്തിവെക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തവണ BJP പ്രവർത്തകർ പറയുന്നത് ഇത് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതിയാണ്, അത് നൽകിപ്പോരുന്ന അരിയുമാണ്. സ്വാഭാവികമായിട്ടും അതങ്ങനെ നിയമലംഘനമാകുമെന്നാണ് BJP പ്രവർത്തകരുടെ വാദം. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം പതിപ്പിച്ചുകൊണ്ടുള്ള ഈ അരി വിതരണം തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾക്ക് ലംഘനമാണ് എന്നുള്ളതാണ് DYFI പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മലമ്പുഴ നിയോജക മണ്ഡലത്തിലെ അകത്തേത്തറ പഞ്ചായത്തിൽ ഭാരത് അരി വിതരണം DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. അരി വിതരണം ചെയ്യുന്നതറിഞ്ഞ ഭാരത് റൈസ് നമ്മൾ പറയുമ്പോൾ കെ റൈസ് വിതരണം നടത്തുന്ന സപ്ലൈകോ വഴി മാവേലിസ്റ്റ് ഔട്ട്ലെറ്റ് വഴിയാണ്. ഇത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് BJP പ്രവർത്തകർ നരേന്ദ്രമോദിയുടെ ചിത്രം ഒട്ടിച്ച വണ്ടിയിൽ വന്ന് ഭാരത് അരി വിതരണം ചെയ്താൽ അതിൽ രാഷ്ട്രീയമുണ്ട് നിഖിൽ. അതാണ് പ്രധാനമായും LDF ഉന്നയിക്കുന്ന ഒരു വാദം. അവർ പറയുന്നത് അത്തരത്തിൽ BJP പ്രവർത്തകരാണ് ഇത് വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നാണ് അവർ പറയുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ പരാതി നൽകാൻ അവർ ഒരുങ്ങുന്നത്. ജില്ലാ വരണാധികാരിക്ക് ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകാനാണ് അവർ തയ്യാറെടുക്കുന്നത്. മാത്രമല്ല ഇതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രവുമുണ്ട്. അത് ആലേഖനം ചെയ്ത ചാക്കുകളിലാണ് ഇത് വിതരണം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള വാദമാണ് LDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. നിഖിൽ പ്രമേശാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഭാരത് അരി വിതരണം ചെയ്യാനാണ് BJP പ്രവർത്തകരുടെ നീക്കം. അത് ഇലക്ഷൻ പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് LDF ആരോപിക്കുകയും ചെയ്യുന്നു. ഓക്കെ, വയനാട് മൂലങ്കാവിൽ കാട്ടുതീ. മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സുർജിത്ത് അയ്യപ്പത്ത വാർത്തയുടെ വിവരങ്ങൾ. സുർജിത്ത്, തീ പിടിക്കാൻ പരുവത്തിന് എല്ലാം അങ്ങനെ ഉണങ്ങിക്കിടക്കലാണ്. അപ്പോൾ തീ കെടുത്തൽ എത്രത്തോളം ശ്രമകരമാണ് സുർജിത്ത്? എന്തായാലും ശ്രമം തുടരുന്നുണ്ട് ഹാഷ്മി. വയനാട് വന്യജീവി സങ്കേതത്തിനോട് ചേർന്നുള്ള പ്രദേശമാണിത്. വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. പക്ഷെ പുറത്ത് ജനവാസ മേഖലയാണ്. ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന മുളങ്കാടിനാണ് തീ പിടിച്ചിരിക്കുന്നത്. അത് വലിയ അളവിൽ തന്നെ തീ പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും എല്ലാം ചേർന്ന് ഈ തീ കെടുത്തുവാനുള്ള ശ്രമം തുടരുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കാട്ടുതീ പൊടുന്നനെ പടരുകയായിരുന്നു. നേരത്തെയും, അതായത് 2 വർഷം മുമ്പും ഈ ഓടപ്പുളം ഭാഗത്തെല്ലാം തന്നെ സമാനമായ രീതിയിൽ തന്നെ കാട്ടുതീ ഉണ്ടായിരുന്നു. കത്തുന്ന ചൂടാണ് വയനാട്ടിലും മറ്റു ജില്ലകളിലേതുപോലെയുള്ള സമാനമായ കാലാവസ്ഥ തന്നെയാണ് ഇപ്പോഴും വയനാട്ടിലുള്ളത്. വയനാട്ടിൽ വലിയ ചൂടുണ്ട്. ഈ ചൂടിനെ തുടർന്ന് ഈ വയനാട് വന്യജീവി സങ്കേതം മാത്രമല്ല മറ്റ് വനമേഖലയിലും, അതായത് ഇതിനോട് ചേർന്ന് കിടക്കുന്ന നാഗർഹോളെ
അതോടൊപ്പം മുതുമല ഉൾപ്പെടെയുള്ള വനമേഖലയെല്ലാം തന്നെ കരിഞ്ഞ് ഉണങ്ങിയ സ്ഥിതിയാണ്. ഒരു തീക്കൊള്ളി വീണാൽ അപ്പോൾ തന്നെ തീ പടരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും ശക്തമായ ചൂടുണ്ട്. അതേ തുടർന്ന് വരണ്ടുണങ്ങിയ അവസ്ഥയാണ് കാടിനെ സംബന്ധിച്ചുള്ളത്. അവിടെയാണ് ഇങ്ങനെ മുളങ്കൂട് നിന്ന് കത്തുന്നത്. നാട്ടുകാരും ഈ ഫയർ യൂണിറ്റ് എത്തിയിട്ടുണ്ട്. 2 ഫയർ യൂണിറ്റ് ആണ് നിലവിൽ എത്തിയിട്ടുള്ളത്. ബത്തേരിയിൽ നിന്നുമാണ് ഫയർ യൂണിറ്റ് എത്തിയത്. ഇവരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഹാഷ്മി. ഓക്കെ, സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. ഇവിടെ വലിയ തോതിൽ സുർജിത്ത് ദൃശ്യങ്ങൾ കാണാം, വലിയ കാട്ടുതീയാണ്, വലിയ തീയിലേക്ക് പടരുന്നു. അപ്പോൾ നിലവിലുള്ള സംവിധാനങ്ങൾ അത് കെടുത്താൻ മതിയാവുമോ സുർജിത്ത്? വയനാട് മൂലങ്കാവിലാണ് ഈ കാട്ടുതീ. മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ അവിടെ തുടരുകയുമാണ്. പാലക്കാട് അനധികൃത മദ്യവിൽപ്പന പിടികൂടാൻ പ്രത്യേക ദൗത്യവുമായി എക്സൈസ്. ഇന്നലെ മാത്രം അറസ്റ്റിലായത് 6 പേരാണ്. വണ്ടിത്താവളത്തെ അനധികൃത മദ്യവിൽപ്പനശാലയുടെ വാർത്ത 24 പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് നടപടി. ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ വി റോബർട്ടിന്റെ നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ കോമ്പിംഗ് ഓപ്പറേഷൻ ആരംഭിച്ചത്. ഇതിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയതിന് പൊട്ടച്ചിറ സ്വദേശി സുനിൽകുമാറിനെയും അളവിൽ കൂടുതൽ വിദേശ മദ്യം കൈവശം വെച്ച് കടത്തിക്കൊണ്ടുവന്നതിന് തൃത്താല കൊല്ലങ്കോട് റേഞ്ച് പരിധിയിൽ 2 പേരെയും അറസ്റ്റ് ചെയ്തു. ആകെ 6 അബ്കാരി കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ചെറുമുണ്ടശ്ശേരി, കയ്യിലിയാട് ഭാഗങ്ങളിൽ നടത്തിയ റെയ്ഡിൽ ചാരായം വാറ്റാൻ പാകപ്പെടുത്തി സൂക്ഷിച്ചിരുന്ന 90 ലിറ്റർ വാഷും പിടികൂടി. വണ്ടിത്താവളത്ത് വീട്ടിൽ നിന്ന് അനധികൃത മദ്യവിൽപ്പന എന്ന 24 വാർത്തയ്ക്ക് പിന്നാലെയാണ് എക്സൈസിന്റെ അടിയന്തര നടപടി. വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരാനാണ് എക്സൈസ് തീരുമാനം. 24 പാലക്കാട്. പ്രസിദ്ധമായ മുണ്ടൂർ കുമ്മാട്ടിയുടെ ആവേശത്തിൽ പാലക്കാട്. കൊടും ചൂടിലും ആയിരക്കണക്കിന് ആളുകളാണ് കുമ്മാട്ടി കൊണ്ടാടാൻ എത്തുന്നത്. ഇന്ന് വൈകിട്ട് 28 വേലകൾ ക്ഷേത്രത്തിൽ സംഗമിക്കും. അയ്യപ്പനും കോശിയും എന്ന സിനിമയിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, മുണ്ടൂർ കുമ്മാട്ടി കണ്ടിട്ടുണ്ടോ എന്ന്. ഇതാ കണ്ടുകൊണ്ടിരിക്കുന്നു മുണ്ടൂർ കുമ്മാട്ടി. രാവിലെ പൊരിയാനി ദേശത്തിന്റെ എഴുന്നള്ളിപ്പോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 5 ഗജവീരന്മാർ അണിനിരുന്നു. 9 മണിയോടെ കപ്ലിപ്പാറ ദേശവേല കമ്മിറ്റിയുടെ കാഴ്ചശീവേലി. ചിറക്കൽ കാളിദാസനാണ് തിടമ്പേറ്റിയത്. കിഴക്കൂട്ട അന്യന്മാരാരുടെ പഞ്ചാരിമേളം അകമ്പടിയായി. മുണ്ടൂർ കുമ്മാട്ടി എന്ന് പറയുന്നത് ഏറ്റവും സവിശേഷത നിറഞ്ഞൊരു വേലയാണ് മുണ്ടൂർ കുമ്മാട്ടി. കാരണം നമ്മൾ ഒരു വർഷം കാത്തിരുന്നു കൊണ്ട് ആഘോഷിക്കുന്ന ഏറ്റവും മർമ്മപ്രധാനമായ ഒരു ആഘോഷമാണ് കുമ്മാട്ടി. കുമ്മാട്ടിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഘടകം മുടിചാട്ടം എന്ന് പറയുന്നൊരു ചടങ്ങാണ്. നായാടി വേഷങ്ങൾ, പൂതൻതിറ എന്നിവ ഉത്സവ സാന്നിധ്യമായി തട്ടകം ചുറ്റുന്നത് മുണ്ടൂർ കുമ്മാട്ടിയുടെ പ്രത്യേകതയാണ്. പാലക്കീഴ് ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കുന്ന, മനസ്സുകൊണ്ട് സമർപ്പിക്കുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ ഈ കരിവേഷത്തിന് കാണുന്നത്. 28 പ്രാദേശിക വേലകൾ വൈകിട്ടോടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെടും. നാളെ പുലർച്ചെ കമ്പം കത്തിക്കലോടെയാണ് കുമ്മാട്ടി സമാപിക്കുക. 24 പാലക്കാട്. സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുറഹീമിന് ഇതുവരെ സമാഹരിച്ചത് 18 കോടി രൂപ. പെരുന്നാൾ ദിനമായി ഇന്നലെ 5 കോടിയോളം രൂപ ലഭിച്ചു. കേന്ദ്ര സഹായം അഭ്യർത്ഥിച്ച് അബ്ദുറഹീമിന്റെ കുടുംബം പ്രധാനമന്ത്രിക്കും വിദേശകാര്യമന്ത്രിക്കും നിവേദനം നൽകും. ഈ ഉമ്മയുടെ കണ്ണുനീർ കാണാതെ പോകാൻ ആർക്കുമാകില്ല. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ഒന്നിച്ചൊന്നായി കൈകോർക്കുകയാണ് നാടും നഗരവും. ഇതുവരെ 18 കോടിയിലധികം രൂപ ലഭിച്ചു. അതിൽ 12 കോടി ലഭിച്ചത് കഴിഞ്ഞ 2 ദിവസത്തിനിടെയാണ്. ഇനി മുന്നിലുള്ളത് വെറും 4 ദിവസം. വേണ്ടത് 16 കോടിയോളം രൂപ. സുമനസ്സുകൾ കൈകോർത്താൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ബ്ലഡ് മണി സ്വരൂപിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. 5 കോടി 53 ലക്ഷം പെരുന്നാൾ ദിനത്തിൽ നമ്മൾ അക്കൗണ്ട് കയറിയിട്ടുണ്ട്. അതേമാതിരി ഫ്ലോ ആയിട്ട് ഇന്നും നാളെയും ഫണ്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് നമുക്ക് ഫണ്ട് 14-ാം തീയതി ആകുമ്പോൾ തന്നെ ആവും. അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാ ആൾക്കാരും റഹീമിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നാട്ടിലും മറുനാട്ടിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വളരെ രംഗത്ത് ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം കേന്ദ്ര സർക്കാരിന്റെ സഹായം തേടി അബ്ദുറഹീമിന്റെ കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും ഉടൻ നിവേദനം നൽകും. കോഴിക്കോട്.
റിയാസ് മൗലവി കേസിൽ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേരള ഹൈക്കോടതി പ്രതികളോട് പരിധി വിട്ടു പോകരുത് എന്ന് പ്രതികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റിയാസ് മൗലവി വധക്കേസ് വലിയ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിഷയമാവുന്ന ഒരു വിഷയമാണത്. വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതിഷേധം. എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, സ്വാഭാവിക നടപടിക്രമം അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വേണം പറയാൻ. കാരണം ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. ഒരു ഹർജി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുന്നു. തുടർന്ന് അതിലെ എതിർകക്ഷികൾക്ക്, അതായത് പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസിൽ പറയുന്ന കാര്യം അവർ കേരള ഹൈക്കോടതി പരിധി വിട്ടുപോകരുത് എന്നുള്ളതാണ്. കാരണം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്നും എതിർ ഉത്തരവുകളോ മറ്റോ ഉണ്ടായാൽ ഈ പ്രതികളെ പിന്നീട് പിടികൂടുന്നതിനോ ജയിലിലേക്ക് മാറ്റുന്നതിനോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. അതിനു മുന്നോടിയായാണ് ഇത്തരത്തിൽ കേരള ഹൈക്കോടതിയുടെ പരിധി വിട്ടുപോകരുത് എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത്. നേരത്തെ സർക്കാർ ഈ അപ്പീൽ നൽകുമ്പോൾ പറഞ്ഞത് വിഷലിപ്തമായ വർഗീയതയുടെ ഭാഗമായി നടന്ന ആക്രമണമാണ്. ഈ തെളിവുകൾ എല്ലാം തന്നെ കൃത്യമായി കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ വാദം കേട്ട ജഡ്ജിമാരിൽ ചിലർക്ക് ഈ ഭാഷ മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ റിയാസ് മൗലവിയുടെ കേസ് അത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കീഴ്ക്കോടതി വിധി റദ്ദാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നോട്ടീസിന്മേൽ പ്രതികൾ ഇനി മറുപടി നൽകും. അതിന്മേൽ വിസ്താരം നടക്കും. ശേഷമായിരിക്കും അന്തിമ വിധി വരിക. GST പോർട്ടൽ വർക്കിംഗ് അല്ല എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നു. ഡിയർ ടാക്സ് പെയർ, വി ഹാവ് റീച്ച്ഡ് ദ ഹയർ കൺകറൻസി ലിമിറ്റ് എന്നൊക്കെ പറയുകയാണ്. വി റിക്വസ്റ്റ് യു ടു ട്രൈ അഗൈൻ എ ഫ്യൂ മൊമെന്റ്സ് എന്ന് പറയുന്നത് ആ പ്രേക്ഷകൻ്റെ മാത്രം പ്രശ്നമാണോ എന്നറിയില്ല. അതോ GST പോർട്ടൽ മൊത്തത്തിൽ എന്തോ പ്രശ്നമുണ്ട് എന്നാണ് ആ പ്രേക്ഷകൻ പറയുന്നത്. ഓക്കെ. വയനാട് മൂലങ്കാവിൽ കാട്ടുതീ. മുത്തങ്ങ വനമേഖലയിലാണ് തീ പടർന്നത്. തീ കെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുന്നു. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ. സുർജിത്ത്, വിജയിക്കുന്നുണ്ടോ ശ്രമങ്ങൾ? തീ പടരുന്ന ഒരു സ്ഥിതി തന്നെയാണ് ഹാഷ്മി ഇപ്പോഴും ഉള്ളത്. അതായത് ഒരു 20 കിലോമീറ്ററോളം ചുറ്റളവിൽ തീ പടർന്നിട്ടുണ്ട് തരത്തിലുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നു. ഈ സമീപത്തെ റബ്ബർ തോട്ടത്തിലേക്ക് തീ പടർന്നിട്ടുണ്ട്. പന പോലുള്ള വലിയ മരങ്ങൾ കത്തിയിട്ടുണ്ട്. ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ചില വീടുകളുണ്ട്. ആ വീടുകളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ജാഗ്രതയാണ് ഇപ്പോൾ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നു എന്നുള്ളതാണ്. എന്തായാലും ആളുകളെ സംബന്ധിച്ച് ഭീതി നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. തീ അണയ്ക്കാനുള്ള തീവ്ര ശ്രമമുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് പുറമെ മറ്റ് ഉദ്യോഗസ്ഥരും, അതായത് നാട്ടുകാരും ഫയർഫോഴ്സ് യൂണിറ്റും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 2 വർഷം മുമ്പ് സമാനമായ രീതിയിൽ ഇവിടെ ഇത്തരത്തിലൊരു അഗ്നിബാധ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ എല്ലാം തന്നെ പറയുന്നത്. ഈ മൂലങ്കാവ് കാരശ്ശേരി വനമേഖലയാണിത്. അതായത് വയനാട് വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ആ വനമേഖലയിലാണ് ഇത്തരത്തിൽ കാട്ടുതീ പടരുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. ഏതാണ്ട് ഒരു 2 മണിക്കൂറോളമായി വലിയ രീതിയിലുള്ള അഗ്നിബാധ ഉണ്ട്. അത് പലയിടങ്ങളിലേക്കും വ്യാപിക്കുന്ന സ്ഥിതിയും ഉണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. ആ മേഖലയിൽ മൃഗങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നും ആളുകൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഈ തീ അണച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട എത്രത്തോളം ഒരു വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. ഈ വനം എല്ലാം തന്നെ വരണ്ട് ഉണങ്ങി കിടക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ള ഒരു പ്രദേശമാണ് ഈ മേഖല. അത്രമാത്രം വലിയ രീതിയിൽ ഈ വരൾച്ച ഈ പ്രദേശത്തെ ബാധിക്കുന്നുണ്ട്. ഇതിനോട് തൊട്ടുള്ള ഈ നാഗർഹോള അടക്കമുള്ള വനമേഖലയിലും സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. തീ മൊത്തത്തിൽ പടരുകയാണ്. മുളങ്കാടുകളും അതോടൊപ്പം തന്നെ കുറ്റിക്കാടുകളും അടിക്കാടും എല്ലാം ഉള്ള ഒരു ഭൂപ്രദേശമാണ് ഈ മൂലങ്കാവിനോട് ചേർന്നുള്ള കാരശ്ശേരി എന്ന് പറയുന്ന ഈ ഭാഗം. ഈ ഭാഗത്താണ് ഇത്തരത്തിൽ തീ പടരുന്നത്. പക്ഷെ നാട്ടുകാരും ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം ഫയർഫോഴ്സ് യൂണിറ്റുകളും എല്ലാം ചേർന്നുകൊണ്ടൊരു സംയുക്ത നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തീ പരമാവധി പടരാതിരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ഇതിപ്പോ സമീപത്തെ ഈ റബ്ബർ എസ്റ്റേറ്റിലേക്ക് ഉൾപ്പെടെ തീ പടർന്നിട്ടുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വനംവകുപ്പിനുള്ളത്. എന്തായാലും കാട്ടുതീ ഭീതിയുണ്ട് പല മേഖലയിലും, വയനാടിന്റെ പല മേഖലയിലും. ഇവിടെ മാത്രമല്ല, മൂലങ്കാവിൽ മാത്രമല്ല, മറ്റു പല പ്രദേശങ്ങളിലും സമാനമായ രീതിയിൽ തന്നെ ഭീതി നിഴലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഫയർഫോഴ്സ് യൂണിറ്റ് എല്ലാം തന്നെ പങ്കുവെക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞാണ്. മാത്രമല്ല ഇത് കൊടും വരൾച്ചയാണ്. കരിയിലെയും അതല്ല കത്താൻ പാകത്തിനുള്ളതെല്ലാം കത്താൻ പരുവത്തിന് നിൽക്കുകയാണ്. അപ്പോൾ ഈ സംവിധാനങ്ങൾ അധികം തീ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിക്കാതിരിക്കാൻ മതിയാകുമോ സുർജിത്ത്? എന്തായാലും നിലവിൽ ഇത്തരമൊരു ആശങ്ക ഉണ്ടായിരുന്നു വനംവകുപ്പിനെ സംബന്ധിച്ച്. വനംവകുപ്പ് ഇതിന്റെ ഭാഗമായി മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ റോഡിന്റെ സമീപത്തുള്ള പ്രദേശങ്ങളിൽ ഫയർ ലൈൻ ഉൾപ്പെടെയുള്ളവ സ്ഥാപിച്ചിരുന്നു. മാത്രമല്ല
കാട്ടുതീ പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് ഈ വനത്തിനകത്തെ വരൾച്ച തടയുന്നതിന്റെ ഭാഗമായുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് ഈ ചെക്ക് ഡാമുകളെല്ലാം തന്നെ വനത്തിലെ ജലസ്രോതസ്സുകളെ സംഭരിക്കുന്നതിന്റെ ഭാഗമായി ചെക്ക് ഡാമുകൾ ഉൾപ്പെടെ പണിതുകൊണ്ടും മറ്റും അത്തരത്തിലൊരു ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് മുൻകൂട്ടി തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ കാട്ടുതീ ഇതിനെല്ലാം തന്നെ ഇത് പൂർണ്ണാർത്ഥത്തിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല കാട്ടുതീ. നേരത്തെ തന്നെ ഈ മൂലങ്കാവിൽ മാത്രമല്ല മറ്റ് പല മേഖലയിലും ഈ കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്ന പ്രദേശമുണ്ട്. ദേശീയപാത കടന്നു പോകുന്ന പ്രദേശത്താണ് ഈ മൂലങ്കാവ് എന്ന് പറയുന്നത്. അവിടെ ആരശ്ശേരി ഒരു ഉൾഭാഗമാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഈ കാട്ടുതീ പടർന്നിരിക്കുന്നത്. വലിയ അളവിൽ കാട്ടുതീ പടരുകയായിരുന്നു. ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഭീതിയും ആശങ്കയും ഉണ്ടായത്. എന്തായാലും നിലവിൽ അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഹാഷ്മി, സുർജിത്ത് അയ്യപ്പത്താണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വയനാട് മൂലങ്കാവിലാണ് കാട്ടുതീ. തീപിടുത്തം മുത്തങ്ങ വനമേഖലയിലാണ്. തീ അണയ്ക്കാനുള്ള നീക്കങ്ങൾ തുടരുന്നുമുണ്ട്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് മൂർച്ച കൂട്ടി മുന്നണികൾ. കോൺഗ്രസിനും BJPക്കും കേരള വിരുദ്ധ നിലപാടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ BJP ചരിത്രം സൃഷ്ടിക്കുമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും പ്രതികരിച്ചു. അനിൽ ആന്റണി അഴിമതിക്കാരനാണ് ദല്ലാൽ TG നന്ദകുമാറിന്റെ ആരോപണം AK ആന്റണി ലക്ഷ്യമിട്ടെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. വർക്കലയിലെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. സംസ്ഥാനത്ത് LDF തരംഗമെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി കോൺഗ്രസിനും BJPക്കും കേരള വിരുദ്ധ നിലപാടെന്ന് വിമർശിച്ചു. എന്താണ് ഇത്തരം കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലിലും ഇത്തരം നടപടികളിലും കോൺഗ്രസ് സ്വീകരിക്കുന്ന സമീപനം ഇത്തരം കേസുകളിലെല്ലാം കോൺഗ്രസിനെതിരെ വരുമ്പോൾ അതിനെ എതിർക്കും. കോൺഗ്രസ് ഇതര പാർട്ടികളാണെങ്കിൽ ഇവർ കേന്ദ്ര ഏജൻസികളുടെ കൂടെയാണ്. ഇതല്ലേ നമ്മുടെ രാജ്യത്തിന്റെ അനുഭവം. BJPക്കെതിരെ വിമർശനവുമായി ദീപികയിലെ മുഖപ്രസംഗവും ഇന്ന് ശ്രദ്ധേയമായി. പ്രതിപക്ഷ നേതാക്കളെ ജയിലിലിടുന്നതും പണം പിടിച്ചെടുക്കുന്നതും നിഷ്കളങ്കമല്ലെന്നാണ് വിമർശനം. അഴിമതിയെ മുൻനിർത്തി ജനാധിപത്യത്തിന് നേരെ നിറയൊഴിക്കുന്നുവെന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. BJP സ്ഥാനാർത്ഥികളെ ആക്രമിക്കാനുള്ള LDF-UDF ശ്രമത്തിന്റെ ഭാഗമാണ് സത്യവാങ്മൂലം ചൂണ്ടിക്കാട്ടിയുള്ള പരാതിയെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. അതിങ്ങനെ കോൺഗ്രസിനും അവരുടെ പണിയല്ലേ. അവർക്ക് ഈ ഒരു നെഗറ്റീവ് പോളിറ്റിക്സ് കളിക്കുന്ന ഗെയിം അവർ പരാതി കൊടുക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ. ഞങ്ങളുടെ രാഷ്ട്രീയം വികസനം, പുരോഗതി, തൊഴിൽ, ഇൻവെസ്റ്റ്മെന്റ്. പത്തനംതിട്ടയിലെ NDA സ്ഥാനാർത്ഥി അനിൽ ആന്റണി പിതാവിനെ ഉപയോഗിച്ച് വിലപേശി പണം വാങ്ങിയിരുന്നെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണവും ഇന്ന് ചർച്ചയായി. കോൺഗ്രസിനുള്ളിലെ ഒരു വിഭാഗം AK ആന്റണിയെ ലക്ഷ്യം വെച്ചാണ് ആരോപണം ഉന്നയിക്കുന്നതെന്ന് BJP അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. അനിൽ ആന്റണിക്കെതിരെ അല്ല ഈ ആരോപണം, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇത് AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആരോപണമാണ്. ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നതെല്ലാം കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള നേതാവായിട്ടുള്ള ശ്രീ AK ആന്റണിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കോൺഗ്രസിനകത്തുള്ള ഒരു വിഭാഗമാണ്. വോട്ടുറപ്പിക്കാനുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുന്നതിനിടെ പ്രധാനമന്ത്രി ഈ മാസം 15-ന് തിരുവനന്തപുരത്തും എത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. കോട്ടയത്ത് LDF സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് മേൽ സമ്മർദ്ദമെന്ന് UDFന്റെ പരാതി. വിജയപുരം പഞ്ചായത്തിലെ തൊഴിലുറപ്പ് പ്രവർത്തകരെ മേൽനോട്ട ചുമതലയുള്ളയാൾ നിർബന്ധിച്ചു എന്നാണ് പരാതി. എന്നാൽ തൊഴിലാളികൾ പര്യടനത്തിൽ പങ്കെടുത്തില്ല. എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ശ്രദ്ധയ്ക്ക് നാളെ നമുക്ക് രാവിലെ സൈറ്റിൽ പോയി ഫോട്ടോ എടുത്ത് വിടാം കേട്ടോ. എന്നിട്ട് പണിക്കിറങ്ങണ്ട, ഉച്ച കഴിഞ്ഞ് മാത്രം പണിക്കിറങ്ങിയാൽ മതി. നാളെ തോമസ് ചാഴിക്കാടന് സ്വീകരണം കൊടുക്കണമെന്ന് മെമ്പർ വന്ന് പറഞ്ഞായിരുന്നു. വിജയപുരം പഞ്ചായത്തിലായിരുന്നു തോമസ് ചാഴികാടന്റെ ഇന്നത്തെ പര്യടനം. 9ാം വാർഡിലെത്തുമ്പോൾ സ്വീകരണം നൽകാൻ തൊഴിലുറപ്പുകാർ എത്തണമെന്ന് മേറ്റ് നിർദ്ദേശിച്ചു. പഞ്ചായത്ത് അംഗത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദേശം മേറ്റ് വാട്സപ്പ് ഗ്രൂപ്പിൽ പങ്കുവച്ചത്. ഇതിനെതിരെ തൊഴിലുറപ്പുകാരിൽ ചിലർ രംഗത്തെത്തി. ഓഡിയോ സന്ദേശം UDFന്റെ കയ്യിലെത്തിയതോടെ സംഭവം വിവാദമായി. പരാതിയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് നീക്കം. ഈ പാവപ്പെട്ട തൊഴിലാളികളെ രാഷ്ട്രീയവൽക്കരിക്കുന്ന ഇടതുപക്ഷ നേതാക്കൾക്ക് ഇതൊരു താക്കീതാണ്. ഇത് ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുക്കും. ഇതിനു മുമ്പും ഇവരുടെ ഇടയിൽ നിന്ന് തൊഴിലുറപ്പ് തൊഴിലാളികളെ ഇത്തരം രാഷ്ട്രീയ പരിപാടികൾ പങ്കെടുപ്പിക്കുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട്. വിഷയത്തിൽ പ്രതികരിക്കാൻ LDF തയ്യാറായിട്ടില്ല. 24 കോട്ടയം. വോട്ടെടുപ്പിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ തമിഴ്നാട്ടിൽ പ്രചരണം ശക്തമാക്കിയ മുന്നണികൾ. പരസ്യ പ്രചാരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ദേശീയ നേതാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് പ്രചരണം. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും.
ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട വോട്ടെടുപ്പിലാണ് തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. 39 ലോക്സഭാ മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ്. പരസ്യപ്രചാരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെ ദേശീയ നേതാക്കൾ തമിഴ്നാട് കേന്ദ്രീകരിച്ച് പ്രചാരണം ശക്തമാക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. ഈ വർഷം 7 തവണയാണ് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ പ്രചാരണത്തിനെത്തിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400 സീറ്റുകൾ ലക്ഷ്യമിടുന്ന BJP ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് ഇത്തവണ ശക്തമായ പ്രചാരണമാണ് നടത്തുന്നത്. കച്ചത്തീവ് ഉൾപ്പെടെ ദേശീയ ശ്രദ്ധയാകർഷിച്ച വിവാദങ്ങൾ തമിഴ്നാട്ടിൽ വോട്ടായി മാറുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. എന്നാൽ BJP ഉയർത്തുന്ന പ്രചാരണങ്ങളെ കടുത്ത ഭാഷയിലാണ് DMK നേരിടുന്നത്. സീസണിൽ പക്ഷികൾ വിരുന്നു വരുന്നത് പോലെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രധാനമന്ത്രി തമിഴ്നാട്ടിൽ കറങ്ങുന്നതെന്നായിരുന്നു മുഖ്യമന്ത്രി MK സ്റ്റാലിന്റെ എക്സിലൂടെയുള്ള മറുപടി. കഴിഞ്ഞ തവണ 38 സീറ്റുകൾ തൂത്തുവാരിയ DMK സഖ്യം ഇത്തവണ സമ്പൂർണ്ണ വിജയമാണ് ലക്ഷ്യമിടുന്നത്. അണ്ണാ DMK BJP സഖ്യം പൊളിഞ്ഞതോടെ തമിഴ്നാട്ടിൽ ഇത്തവണ ക്ലീൻ സ്വീപ്പാണ് DMK ലക്ഷ്യമിടുന്നത്. കച്ചത്തീവ് ഉയർത്തിയുള്ള BJP പ്രചാരണം ലക്ഷ്യം കാണുമോ എന്നറിയാൻ ജൂൺ 4 വരെ കാത്തിരിക്കണം. ചെന്നൈയിൽ നിന്ന് ക്യാമറമാൻ ശ്രീകാന്ത് ഗൗരീശപ്പട്ടത്തോടൊപ്പം അനീഷ് കെ ശിവദാസ്, 24. അതാ ഇവിടെ ഉയർന്ന താപനില പാലക്കാട് ജില്ലയിൽ 40 ഡിഗ്രി സെൽഷ്യസ് വരെ, എന്ന് പറഞ്ഞാൽ ഏപ്രിൽ 11 മുതൽ 15 വരെ പാലക്കാട് 40, തൃശ്ശൂർ ജില്ലയിൽ 39, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ 38, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ 37 ഡിഗ്രി. ഇപ്പോൾ 2 ഡിഗ്രി മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. വേനൽ മഴയെക്കുറിച്ച് കാര്യമായി ഒന്നും മിണ്ടുന്നില്ല. എന്നാലും ഒറ്റപ്പെട്ട മഴകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു വ്യാപകമായ വേനൽ മഴ ഇതുവരെ എന്തായാലും കേരളത്തിലില്ല. മലപ്പുറം ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന പ്രമുഖ FMCG കമ്പനിയായ കെയർബി പ്രൈവറ്റ് ലിമിറ്റഡ് പുതിയ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചു. റൈസ് എന്ന പേരിൽ വാഷിംഗ് പൗഡർ, ബാർ സോപ്പ്, ഡിഷ് വാഷ് എന്നിവയാണ് പുറത്തിറക്കിയത്. മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ സിനിമാ താരം ലുക്മാൻ അവറാനാണ് ഉൽപ്പന്നങ്ങൾ അവതരിപ്പിച്ചത്. ഏറ്റവും ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിലാണ് റൈസ് വിപണിയിൽ എത്തിക്കുന്നതെന്ന് CEO ഇംതിയാസ് KT പറഞ്ഞു. ഏതൊരു ഷോപ്പിൽ പോയി കഴിഞ്ഞാലും ഇന്നുള്ള MNC ബ്രാൻഡുകളുടെ കൂടെ ഞങ്ങളെ ബ്രാൻഡ് പ്ലേസ്മെൻ്റ് ഉണ്ട്. ഏത് ഷോപ്പിൽ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റും. അത് ഞങ്ങൾ കൊടുക്കുന്ന ക്വാളിറ്റിയും അതുപോലെ തന്നെ എന്താ പ്രൊഡക്റ്റിൻ്റെ ആ ഒരു റീസണബിൾ പ്രൈസിന് കസ്റ്റമറിന് നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ള ഒറ്റ ഇൻറ്റൻഷനാണ് ഞങ്ങൾക്കുള്ളത്. അത് ഇപ്പോൾ നമ്മൾ ഇറക്കിയിട്ടുള്ള എല്ലാ പ്രൊഡക്റ്റിലും ആ ഒരു കാര്യത്തിൽ ഞങ്ങൾ വളരെയധികം ഗൗരവത്തോടെയാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മുടെ ഇലക്ഷൻ മെഗാ പ്രീപോൾ സർവേ ഇന്നതിന് 5ാം ദിവസമാണ്. ഇന്ന് പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ തൃശ്ശൂരും തിരുവനന്തപുരം അടക്കമുള്ള ബാക്കിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായ മണ്ഡലങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പോൾ വൈകിട്ട് 7 മുതൽ 9 വരെ നമുക്ക് കാണാം. തൽക്കാലം വാർത്തായാത്ര ഇവിടെ പൂർണ്ണമാകുന്നു.